സിനിമകളുടെ സ്വാധീനം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ദൃശ്യം മോഡൽ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള ചരിത്രം നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ സിനിമ അവർ അതിനെ പ്രൊമോട്ട് ചെയ്തത് പോലും ഏറ്റവും വലിയ വയലൻസ് സിനിമ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആളുകൾക്ക് ഈ വയലൻസ് കാണണമെന്നും അത് അവരെ സ്വാധീനിക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ അവരതിനെ മാർക്കറ്റ് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഒരു പാലാ സ്കൂളിൽ നിന്ന് കിട്ടുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സഹപാഠിയെ പുഷ്പ സിനിമ കണ്ടിട്ട് ആ കുട്ടിയെ നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലിടുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിനിമകൾ സ്വാധീനിക്കുന്നു, സിനിമകൾ ആ രീതിയിൽ നമ്മുടെ ഈ അക്രമവാസനകളെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാണുന്നത്. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കുട്ടികളെ എങ്ങനെ നമുക്ക് എത്രത്തോളം മാറ്റി നിർത്താൻ സാധിക്കും? ഇതിലൊന്നും പെടാതെ കുട്ടികളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും? വലിയ വെല്ലുവിളിയുള്ള ഒരു കാര്യമാണത്. ഇപ്പം സിനിമകളെക്കുറിച്ച് പറയുമ്പം സിനിമാക്കാർ പറയും സിനിമ മാത്രമല്ലല്ലോ പ്രശ്നം, വീഡിയോ ഗെയിംസ് ഈ പ്രശ്നമില്ലേ, വെബ് സീരീസ് ഈ പ്രശ്നമില്ലേ, ഈ തരത്തിലുള്ള പല ചോദ്യങ്ങളും ഉയരാറുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികളുടെ മനസ്സ് വളർച്ചയുടെ ഘട്ടത്തിലാണ്, അവരുടെ തലച്ചോറ് നിർമ്മാണ ഘട്ടത്തിലാണ്, മനസ്സ് നിർമ്മാണ ഘട്ടത്തിലാണ്. നിർമ്മാണ ഘട്ടത്തിലുള്ള മനസ്സും തലച്ചോറുമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കാണുന്ന കാഴ്ചകളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പം അത് അനുകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ രീതിയിൽ തലച്ചോറ് വളർന്നിട്ടില്ല. ഒരു സഹപാഠിയായിട്ട് വഴക്കിടുമ്പം ചിലപ്പോൾ സഹപാഠിയെ സിനിമയെ കണ്ട പോലെ തല്ലണം തോന്നും. സിനിമയെ കണ്ട ഒരു രംഗം വെച്ചിട്ട് സഹപാഠിയെ നഗ്നനാക്കണം, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കണം എന്നൊക്കെ തോന്നിപ്പോവാം. സിനിമയിൽ അത്തരം മാതൃകകളുള്ള കാരണം. അത് ചെയ്യുന്നവർ നിസ്സാരക്കാരൊന്നുമല്ല, അവരാരാധിക്കുന്ന ആളുകളാണ്. ഏറ്റവും വലിയൊരു തമാശ കേരളത്തിലുണ്ടായത്, ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് വെച്ചത് രംഗണ്ണൻ്റെയും അമ്പാൻ്റെയും പടമായിരുന്നു, കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട്. ഇത് വെച്ചിട്ടുള്ള ആളുകൾ ഓർത്തില്ല ഈ രംഗണ്ണനും അമ്പാനും UA സർട്ടിഫിക്കറ്റുള്ള ആ സിനിമയിൽ ആവേശത്തിൽ എന്താണ് ചെയ്തത്, അത് കുട്ടികൾക്ക് അനുകരിക്കാവുന്ന മാതൃകയാണോ എന്ന് ആലോചിക്കാതെ ഇവരെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത് തന്നെയാണ് പൊതുസമൂഹവും ചെയ്യുന്നത്. വയലൻസിന് വലിയ സ്വീകാര്യതയുണ്ട്. അത് കാണിച്ചാൽ വിൽക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടിത് ഉണ്ടാകുന്നു. പക്ഷേ അത് കുട്ടികൾ കാണുന്നുണ്ട്, കൗമാരപ്രായക്കാർ കാണുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്താറില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകരിക്കാനുള്ളതല്ല, ഇത് ചെയ്യരുത്. നിങ്ങൾ സമാനമായിട്ടുള്ളൊരു വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പം, പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പം പക്വമായിട്ടുള്ള രീതികൾ, ജീവിത നിപുണതകൾ ഉപയോഗിക്കണം. അതുപോലെ ഒരിക്കലും പകർത്തരുത് എന്നുള്ളൊരു പറഞ്ഞു കൊടുക്കൽ എവിടെയും നടക്കുന്നില്ല. മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നില്ല. മിക്കവാറും ഈ OTTയിലൊക്കെ സിനിമ വന്നതിന് ശേഷം മാതാപിതാക്കൾ ഒപ്പം ഇരുന്ന് ഈ അക്രമങ്ങളെ കൈയടിക്കുന്ന ചില സാഹചര്യങ്ങളുമുണ്ട്. പണ്ടത്തേക്കാൾ റിസ്ക്കാണ് ഈ സിനിമകൾ. ഇപ്പം നമ്മൾ അഡൽട്സ് ഒൺലി എന്ന് പറയുന്ന ഒരു സിനിമ വന്നാൽ പോലും അത് OTTയിലേക്ക് വരുമ്പം അതിൻ്റെ വ്യൂവർഷിപ്പ് യൂണിവേഴ്സലായി. അതൊരു വലിയ അപകടമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യം സിനിമയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സിനിമ ഇത് അനുകരിക്കപ്പെടുന്നുണ്ട്, കുട്ടികളിൽ ദുസ്വാധീനം ചെലുത്തുന്നുണ്ട്, അവരെ അതിൽ കാണുന്ന അക്രമങ്ങൾ അവരനുകരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സിനിമാക്കാർ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് സിനിമ അങ്ങനെയൊന്നും സ്വാധീനിക്കില്ല എന്ന്. ദൃശ്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടും പറയാറുണ്ട്. സത്യത്തിൽ ദൃശ്യത്തിൻ്റെ സിനിമയുടെ കാതലെന്താണ്? അതിലെ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ആ മുഴുവനായിട്ടുള്ള ആ തെളിവ് നശിപ്പിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്തത് അയാളൊരു കേബിൾ TV ഓപ്പറേറ്ററായിരുന്ന സിനിമയിൽ നിന്ന് കണ്ടുപിടിച്ചതെന്നാണ് ആ സിനിമ സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ സിനിമ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് സിനിമ സ്വാധീനിക്കാം. അതിൽ നിന്ന് വേണ്ട സന്ദർഭങ്ങളിൽ ഇപ്പോൾ അതിൽ ആ വ്യക്തി ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും അത് കോപ്പി ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് സിനിമയിൽ നിന്ന് തന്നെയാണെന്ന് ആ സിനിമയും പറയുന്നത്. അതുതന്നെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട്, ദൃശ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. സിനിമകൾ അതിലുള്ള സംഭവങ്ങൾ ആളുകൾ കോപ്പി ചെയ്യാം,
അനുകരിക്കപ്പെടാം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൃശ്യം സിനിമ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് കൊടുക്കേണ്ടി വരും, സിനിമകൾ ചർച്ച ചെയ്യേണ്ടി വരും, വെബ് സീരീസ് ചർച്ച ചെയ്യേണ്ടി വരും. ചില സിനിമകൾ അഡൽട്സ് ഓൺലി, മാതാപിതാക്കൾ ജാഗ്രതയോടെ സർട്ടിഫിക്കേഷൻ നോക്കേണ്ടി വരും. സർട്ടിഫിക്കേഷൻ UA ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള പല മലയാള സിനിമകളിലും ആ UAയിൽ മാതാപിതാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൃശ്യങ്ങളും വയലൻസും ബലാത്സംഗ രംഗങ്ങളും ഉണ്ട്. മാതാപിതാക്കളോട് ചോദിച്ചാൽ ഇതെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്.